ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അജ്മൽ ഹദീസ് മാർക്കറ്റിംഗ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഗൂഗിൾ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം സൈനപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ സൈനപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും. സൈനപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമ്മൾ ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി. അപ്പോൾ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ. ആ നമ്പർ അതവിടെ സെലക്ട് ചെയ്താൽ, ടൈപ്പ് ചെയ്താൽ ആ റൈറ്റ് ഭാഗത്തൊരു ഡൺ ബട്ടൺ ഉണ്ടാവും. ഒരു ശരി എന്ന രൂപത്തിലൊരു റൗണ്ടിൽ വരും. അതിൻ്റെ താഴെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡും നല്ല സ്ട്രോങ് ആയ രീതിയിൽ തന്നെ പാസ്വേഡ് കൊടുക്കേണ്ടത്. അതിൽ ഐക്കൺസ് വേണ്ടി വരും, നമ്പർ വേണം, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേണം. എന്നാലേ അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഡൺ ആയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഫുൾ നെയിം, അവിടെ നെയിമാണ് കൊടുക്കുക. അപ്പോൾ നമ്മളെ അക്കൗണ്ട് നെയിം എന്താണോ എന്നുള്ളത് ആ ഒരു നെയിം നമ്മളവിടെ കൊടുക്കുക. അടുത്തതായിട്ട് യൂസർ നെയിമാണ്. യൂസർ നെയിമൊക്കെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ആ ഒരു ലോഡിങ് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെറ്റ തന്നെ ഈ ഒരു യൂസർ നെയിം നമുക്ക് തരും. അത് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാലും അവിടെ മെറ്റ അത് ഡണ്ണാക്കിയിട്ടെന്നുള്ള ഒരു ശരിൻ്റെ ഒരു ചിഹ്നം അവിടെ കാണിച്ചാൽ മാത്രമേ അത് സൈനപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് റീലോഡ് ആവും. എന്നിട്ട് റീലോഡായി കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാനുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചാൽ നോട്ട് റോബോട്ട് എന്നുള്ള ഒരു ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബൈക്കോ അങ്ങനെ ട്രാഫിക് ലൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് ഏതൊക്കെയാണുള്ളതിൽ ക്യാപ്ച പോലെ ഒരു രൂപത്തിലാണ് വരിക. ആ ഒരു സംഗതി നമ്മൾ അടിച്ചാൽ കറക്റ്റ് ആ ഒരു ബൈക്ക് ഉള്ളതിൽ മാത്രം ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുത്താൽ നേരെ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക്, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആണോ ഇമെയിൽ ഐ ഡി കൊടുത്തത്, ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും. മൊബൈൽ നമ്പറാണ് കൊടുത്തത്, മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒരു ഒ ടി പി ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ അടിച്ചാൽ ലോഡാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഒ ടി പി അടിക്കുന്നതിൽ തീരെ ലാഗ് വരരുത്. ലാഗ് വരെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ ഈ അക്കൗണ്ട് ഡിസേബിൾ ആയി പോകും. അങ്ങനെ എനിക്ക് കുറേ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഒ ടി പി അടിക്കുന്ന സ്ഥലത്ത് കുറേ നേരം ലാഗ് വരെ, അല്ലെങ്കിൽ ഒ ടി പി തെറ്റിപ്പോയോ മാറിപ്പോയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ ഒരു അക്കൗണ്ട് എന്തായി പോകും, ഡിസേബിൾ ആയി പോകും. അത് അങ്ങനെ ഡിസേബിൾ ആയി പോയാൽ ചിലപ്പോൾ നമ്മൾ ആ ഇമെയിൽ ഐ ഡി പിന്നെ അടുത്തൊരു അക്കൗണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയൂല. അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പറിൽ ചിലപ്പോൾ പുതിയൊരു അക്കൗണ്ട് ആ ഒരു നമ്പർ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ തുടങ്ങാൻ കഴിയൂല. ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നാണ് ഇൻസ്റ്റാഗ്രാം നമുക്ക് കാണിക്കുക. അപ്പം വേറെ പിന്നെ പുതിയതായിട്ട് പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കാര്യം പരമാവധി നല്ലോണം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ആ ബെൽ ബട്ടൺ അമർത്തിയാൽ പുതിയ പാർട്ടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബൈ.